സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. എടവണ്ണയിൽ അനധികൃത മണൽ കടത്ത് പിടികൂടാനെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് പിടികൂടി. കേസിലെ പ്രധാന പ്രതിയായ കാവന്നൂർ ഇരുവേറ്റി സ്വദേശി മുഫീദിനെയാണ് എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിനെ ആക്രമിക്കാൻ വാഹനം ഓടിച്ചിരുന്നയാളാണ് ഇപ്പോൾ പിടിയിലായത്. കേസിൽ മറ്റൊരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെയാണ് ഇന്ന് പിടികൂടിയത്. വാഹനം റോഡിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിമുക്കടവിൽ അനധികൃത മണൽക്കടത്ത് നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കൂട്ടറിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരുന്നത്. ഈ മാസം 23-ാം തീയതി രാത്രി 11:30-യോടെയാണ് പോലീസ് പരിശോധനയ്ക്കായി കടവിൽ എത്തിയിരുന്നത്. എടവണ്ണ സ്റ്റേഷനിലെ CPO കെ ഷബീർ അലിക്ക് സംഭവത്തിൽ പരിക്കേറ്റിരുന്നു. മണൽക്കടത്ത് വാഹനം സ്കൂട്ടറിന് മുകളിലൂടെ ഓടിച്ചു പോയതിനാൽ സ്കൂട്ടറും തകർന്നിരുന്നു. സംഭവത്തിൽ ഒരാളെ നേരത്തെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച വാഹനവും അന്ന് തന്നെ പിടിച്ചെടുത്തിരുന്നു. പോലീസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച മണൽക്കടത്ത് വാഹനം ഓടിച്ച കാവന്നൂർ ഇരുവേറ്റി സ്വദേശി മുഫീദിനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. വാഹനത്തിലുണ്ടായിരുന്ന ഇരുവേറ്റി സ്വദേശി ഷഫീഖിനെയാണ് നേരത്തെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നത്. എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചാലിയാർ പുഴയിൽ നിന്ന് അനധികൃതമായിട്ട് മണൽ കടത്ത് ചെയ്യുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. ഈ 23-ാം തീയതി രാത്രി ഒരു 11:30 മണിയോടുകൂടി മണൽ കടത്തുന്നതായി വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ബൈക്കിൽ പറഞ്ഞു വിട്ടു, സ്കൂട്ടറിൽ പറഞ്ഞു വിട്ടു. നമ്മുടെ പോലീസ് വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ മണൽ കിട്ടത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് പോലീസുകാരനെ സ്വകാര്യ ബൈക്കിൽ പറഞ്ഞു വിട്ടത്. ഈ പള്ളിമുക്ക് എന്ന കടവിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് കടവിൽ മണൽ കയറ്റിക്കൊണ്ടിരുന്ന ഒരു വാഹനം പെട്ടെന്ന് മുന്നിട്ടെടുക്കുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോയ വാഹനത്തിൽ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയിട്ടുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ചാടിയതുകൊണ്ട് മാത്രമാണ് ജീവന് അപായം സംഭവിക്കാതെ രക്ഷപ്പെട്ടത്. അന്ന് എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കൊല്ലാൻ ശ്രമിച്ചതിനും എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന ഇരുവേറ്റി സ്വദേശി ഷഫീഖ് എന്നയാളെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നതും അയാളെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നതുമാണ്. ഈ കേസിലെ കൃത്യസമയം വാഹനം ഓടിച്ചിരുന്ന മുഫീദ് എന്ന് പറയുന്ന ഇരുവേറ്റി സ്വദേശി, അവൻ ഈ സമയത്തിന് ശേഷം വാഹനം റോഡിൽ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെട്ടതാണ്. അവൻ തുടർന്ന് ബാംഗ്ലൂർ, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതാണ്. ഇന്ന് അന്വേഷണ ഭാഗമായിട്ട് ഇന്ന് SI സുഭാഷും ഷബീറും ഒക്കെ ചേർന്ന് ഈ പ്രതിയെ പിടിക്കുകയും സ്റ്റേഷൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ പ്രതിയെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും. പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ കൊല്ലാൻ ശ്രമിച്ചു, അതുപോലെ പുഴമണൽ കളവ് ചെയ്തു എന്നീ കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.